ഇപ്പോ പോളിറ്റിക്സിനകത്ത് ഒരു എൻട്രിക്ക് വേണ്ടി പല വെടിപൊട്ടിക്കുകയാണ്. നമ്മൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും നമുക്കിങ്ങനെ ചില പരിപാടികളുണ്ടെന്നും വേറെ ചില ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ കൂടെയാണ്. ഇദ്ദേഹത്തിന് ഞാൻ പറയാറ്, ഇദ്ദേഹം ഇപ്പൊ കുറച്ചു കാലമായി മുഖ്യധാരയിലില്ല കോൺഗ്രസിന്റെ. നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇദ്ദേഹത്തിന്റെ ഒരു ഉണ്ടയില്ലാ വെടി മാത്രമാണ്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തോന്ന് ഏതെങ്കിലും വെടിപൊട്ടിക്കും. കാരണം പൊളിറ്റിക്സിന്റെ അകത്ത് മെയിൻ സ്ട്രീമിലേക്ക് കണ്ണൂർ പൊളിറ്റിക്സിൽ നിന്നും കേരള പൊളിറ്റിക്സിൽ നിന്നും മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു നേതാവിന്റെ ദീനവിലാപമായി മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. ഷംസീറിന്റെ രാഷ്ട്രീയ വളർച്ച, രാഷ്ട്രീയ വരവ് ഒക്കെ അതിന്റെയൊക്കെ പിന്നാമ്പുറത്തെ കഥകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നത് ഷംസീറിന് നല്ലതായിരിക്കും. ഷംസീറിന്റെ ഔദാര്യം വേണോ എനിക്ക് പൊളിറ്റിക്സിൽ കളിക്കാൻ? ണം കെട്ട ഇതുപോലുള്ള ആർഗ്യുമെന്റ് നടത്തി ഒരു ചാനൽ ചർച്ച വൃത്തികേടാക്കല്ല. ഞാൻ ചോദിക്കുന്നു, ഇവരെ ആളിന്റെ കൊലപാതകത്തിന്റെ എണ്ണവും വണ്ണവും പറയാ. നിങ്ങൾ കൂടുതൽ മരിക്കും. എന്തുകൊണ്ടാണ് മരിക്കുന്നത്? നിങ്ങൾ ഈ രാജ്യത്തെ എല്ലാ ആളുകളെയും ആക്രമിക്കുന്നവരാണ്. ത്തിന്റെ എല്ലാം ഒരു ഭാഗത്ത് നാണോ മാനോ ഇല്ലാത്ത ഒരു പാർട്ടിയായി നിങ്ങൾ നിൽക്കുകയല്ലേ? അഭിമാനമുണ്ടോ നിങ്ങൾക്ക് സംസാരിക്കാൻ? ജനങ്ങളെ മുഖത്ത് നോക്കി സംസാരിക്കാൻ? പണിക്കാരെ നോക്കണം. ഒരു തമാശ പറഞ്ഞു വിളിച്ചു പറയുന്ന ഷംസീറിന്റെ ആക്ഷേപത്തിന് മറുപടി പറയാൻ വേറെ ആളെ നോക്കണം. ഇത് ഞങ്ങളുടെ സ്ഥിരം കളിയാ അല്ലേ? ഇന്നത്തെ കളി കഴിഞ്ഞു.